ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മലയാളമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് 2 സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സിവിൽ എക്സൈസ് ഓഫീസർ വനിതാ +2 ലെവൽ മെയിൻ പരീക്ഷയ്ക്ക് ചോദിച്ചതും ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് +2 ലെവൽ മെയിൻ എക്സാമിന് ലീഗൽ മെട്രോളജി ചോദിച്ചതും 2022 നടന്ന 2 മെയിൻ എക്സാമുകളുടെ മലയാളം ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ മോഡൽ എക്സാംസ് വർക്കൗട്ട് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യണം. അതുപോലെ PSC ബുള്ളറ്റിൻ ബേസ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് 500-ലധികം വരുന്ന മലയാളം ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആപ്പിനകത്ത് ഇതുപോലെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്, അത് പർച്ചേസ് ചെയ്താൽ മതി. ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ് എന്ന വാക്യത്തിന്റെ ശരിയായ രൂപം താഴെ കൊടുത്തതിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഇരുട്ടത്ത് കണ്ണ് കാണാൻ പ്രയാസമാണ്. ഇതില് ഏതാണ് പിന്നെ ശരിയായതാണ് തിരഞ്ഞെടുക്കാനുള്ളത്? ഏതാണ് ഓപ്ഷൻ? കണ്ണ് കാണാൻ ഇരുട്ടത്ത് പ്രയാസമാണ്, ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ്, ഇരുട്ടത്ത് പ്രയാസമാണ് കണ്ണ് കാണാൻ, പ്രയാസമാണ് ഇരുട്ടത്ത് കാണാൻ. ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ്. നമുക്കറിയാം നമ്മൾ കണ്ണുകൊണ്ടാണ് കാണുന്നതെന്ന്, പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ല കണ്ണ് കാണാനെന്ന്. ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണെന്ന് മതി. സോ ഇവിടുത്തെ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, നെക്സ്റ്റ്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. സ്വച്ഛന്തം. സ്വച്ഛന്തത്തിന്റെ ഏതാണ് ശരിയായിട്ടുള്ള പദം? ഏതാണ്? സ്വച്ഛന്തം. ഏതാണ് ശരി? ആൻസർ സ്വച്ഛന്തം. ഇതാണ് ശരി. രണ്ടാമത്തതാണ് ശരി. സോ ഓപ്ഷൻസിൽ കറക്റ്റ് തന്നെ നോക്കി എഴുതണം. ഇങ്ങനെ 3, 4 എന്നൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് സ്വച്ഛന്തം എന്ന് പറഞ്ഞ 2 കണ്ടുകൊണ്ട് ബി ഓപ്ഷൻ എടുക്കരുത്. സ്വച്ഛന്തം 2 ആണ്. സോ ഓപ്ഷൻ ഏതാണ്? സ്വച്ഛന്തം ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2. ഓക്കെ, സ്വച്ഛന്തം എന്ന് എഴുതുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചല്ലോ. അടുത്തത്, രക്തത്തിന്റെ പര്യായമല്ലാത്ത വാക്കുകൾ. രുധിരം, പിണം, ബധിരം, നിണം. ഇതിനകത്ത് ഏതൊക്കെയാണ് രക്തത്തിന്റെ പര്യായമല്ലാത്ത വാക്ക്? എന്തായാലും രുധിരം രക്തത്തിന്റെ പര്യായമാണ്, നിണം രക്തത്തിന്റെ പര്യായമാണ്. അപ്പോ ഏതൊക്കെയാണ്? പിണവും ബധിരവും. പിണം, ബധിരം എന്നിവ എന്താണ്? പണമില്ലാത്തവൻ പിണം എന്നാൽ ശവം എന്നാണ് അർത്ഥം. ബധിരം എന്താണ്? കേൾക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ബധിരം. അപ്പൊ പിണം എന്താണ്? ശവം. പണമില്ലാത്തവൻ പിണം. അപ്പൊ ഇത് രണ്ടും രക്തത്തിന്റെ പര്യായമല്ല. രുധിരം, നിണം എന്നിവ രക്തത്തിന്റെ പര്യായ പദങ്ങളാണ്. സോ 2ഉം 3ഉം. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉം. ഓക്കെ ആണല്ലോ. ഊട്ടിന് മുമ്പും ചൂട്ടിന് പിറകും എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഊട്ടിന് മുമ്പ് ഭക്ഷണത്തിന് മുമ്പിലാണ്. ചൂട്ടിനാണെങ്കിലോ കാര്യം എന്തെങ്കിലും എടുക്കുവാണെങ്കിൽ എന്ത് ചെയ്യും? ഊട്ടിന് മുമ്പും ചൂട്ടിന് പിറകും എന്ന് വെച്ചാൽ എന്താണ്? ഭക്ഷണത്തോടുള്ള അത്യാർത്തിയാണോ? അല്ല, കാര്യം നോക്കി പെരുമാറുക എന്നാണ് ഈ ഒരു ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. അപ്പൊ ഇവിടെ ഏത് വരും? ഓപ്ഷൻ സി ആവുമ്പോ ഇവിടെ 2 എന്നാണ്, ഇവിടെ 3 എന്നാണ് വരാനുള്ളത്. അപ്പൊ ഇവിടെ ഇതായിരിക്കും ആൻസർ. കാര്യം നോക്കി പെരുമാറുക. എന്താണ്? കാര്യം നോക്കി പെരുമാറുക. നെക്സ്റ്റ്, തുലാം പ്ലസ് ഇന്റെ ചേർത്തെഴുതിയാൽ തുലാമിന്റെ, തുലാത്തിന്റെ, തുലാദിന്റെ, തുലാമിന്റെ. ഇതിനകത്ത് ഏതാണ് ശരി? ഏതാണ്? തുലാം പ്ലസ് ഇന്റെ. ആൻസർ ഓപ്ഷൻ ബി ആണ്, തുലാത്തിന്റെ ആണ്. തുലാത്തിന്റെ. തുലാം പ്ലസ് ഇന്റെ എന്താണ്? തുലാത്തിന്റെ. ബി ആണ്. അപ്പൊ ആൻസർ 2. ഓക്കെ, തുലാത്തിന്റെ. ദെൻ അപരാധി എന്ന വാക്കിന്റെ സ്ത്രീലിംഗം. അപരാധി എന്ന വാക്കിന്റെ സ്ത്രീലിംഗം എന്താണ്? ഏതാണ്? അപരാധകയാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. ഏതാണ്? അപരാധക. പക്ഷേ ഇത് PSCയുടെ ആൻസർ ആണ് അപരാധക. ശരിയായിട്ടുള്ള ഉത്തരം എന്താണ്? അപരാധിനിയാണ്. അപരാധിനി. അപ്പൊ ഏത് പഠിക്കണമെന്ന് ചോദിച്ചാല് PSCന്റെ ആൻസർ തന്നെ പഠിക്കാം. അപരാധകയാണ്. അപരാധക. ഓക്കെ,
പൂജക ബഹുവചന രൂപം കണ്ടുപിടിക്കുക. പൂജക ബഹുവചന രൂപം കണ്ടുപിടിക്കുക. എന്താണ് പൂജക ബഹുവചനം എന്ന് വെച്ചാല്? വൈദ്യർ. ഇത് തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ സി ആണ്, വൈദ്യർ. വൈദ്യർ പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. ഓക്കെ, ബഹുമാനാർത്ഥാണ് കൈമൾ, വൈദ്യർ. ഇതൊക്കെ എന്താണ്? പൂജക ബഹുവചന രൂപമാണ്. മരക്കൊമ്പ് പിരിച്ചെഴുതിയാൽ, മര പ്ലസ് കൊമ്പാണ് മരക്കൊമ്പ്. ഇതിനകത്ത് ഏതാണ് ശരി? മരക്കൊമ്പ്. മര ദ്വിത്വസന്ധിയാണ്, കാ ഇരട്ടിക്കും. മര പ്ലസ് കൊമ്പ്, ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ്, മര പ്ലസ് കൊമ്പാണ്. ദെൻ ശരത് ചന്ദ്രൻ, ശരത്ത് ചന്ദ്രൻ എന്നീ വാക്കുകൾ ഒറ്റപ്പദമാക്കിയാൽ, ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഏതാണ് ആൻസർ? ആൻസർ ശരത് ചന്ദ്രനാണ്. ശരത് ചന്ദ്രൻ. ഓപ്ഷൻ സി ആണ്, ശരത് ചന്ദ്രനാണ് ശരി. ദെൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വാതന്ത്ര്യം എന്ന പദത്തിന്റെ വിപരീതം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വാതന്ത്ര്യം എന്ന പദത്തിന്റെ വിപരീതം ഏതാണ്? ആൻസർ പാരതന്ത്ര്യമാണ്. ഓപ്ഷൻ ഡി ആണ്, പാരതന്ത്ര്യം. സ്വാതന്ത്ര്യത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? പാരതന്ത്ര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ഇത് ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് പരീക്ഷ പ്ലസ് 2 ലെവലാണ്, മെയിൻസ് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. കരി എന്നർത്ഥമുള്ള പദം ഏത്? ഇംഗാലം, ഉപലം, സലിലം, അചലം. ഇതിൽ കരി എന്നർത്ഥമുള്ള പദം ഏത്? ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഇംഗാലം ആണ്. ഇംഗാലം ആണ് കരി. കരി എന്നർത്ഥമുള്ള പദം ഏതാണ്? ഇംഗാലം. അപ്പോ ഉപലം എന്താണ്? ഉപലം എന്നാൽ അതിന്റെ അർത്ഥം കല്ലെന്നാണ്. കല്ല്, ഉപലം. അപ്പോ സലിലമാണെങ്കിലോ? സലിലം ജലമാണ്. ഇനി അചലം, അചലങ്ങളോട് കൂടിയത് എന്താണ്? ഭൂമി, മല ഒക്കെയാണ് അചലം എന്നതിന്റെ അർത്ഥം. അപ്പോ ഇംഗാലം കരി, ഉപലം കല്ല്, സലിലം ജലം, അചലം മല. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, ഹെർക്കുലിയൻ ടാസ്ക് എന്നതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രയോഗം ഏതാണ്? ഏതാണ്? ഹെർക്കുലിയൻ ടാസ്ക് എന്നാല് ആൻസർ ഓപ്ഷൻ സി ആണ്, ഭഗീരഥ പ്രയത്നം. അതായത് കഠിന പരിശ്രമം എന്ന അർത്ഥത്തിലാണ് ഭഗീരഥ പ്രയത്നം ഉപയോഗിക്കുന്നത്. ഓക്കെ, ഭഗീരഥ പ്രയത്നമാണ് ഹെർക്കുലിയൻ ടാസ്ക്. തഥൈവ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ, തഥൈവ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എന്താണ്? തഥാ പ്ലസ് ഏവയാണ് തഥൈവ. തഥാ പ്ലസ് ഏവ തഥൈവ. തഥാ പ്ലസ് ഏവയാണ് തഥൈവ. ഓക്കെ, പൂജക ബഹുവചന പദജോടി ഏതാണ്? ഗുരുക്കന്മാർ അധ്യാപകർ, അമ്മമാർ ദമ്പതിമാർ, കാരണവർ വൈദ്യർ, സ്നേഹിതർ ദുഃഖിതർ. ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കാരണവർ വൈദ്യർ ആണ് പൂജക ബഹുവചന പദജോടികൾ. എപ്പോഴും കൂടെ നടക്കുന്നയാൾ എന്നതിന്റെ ഒറ്റപ്പദം ഏതാണ്? എപ്പോഴും കൂടെ നടക്കുന്നയാൾ, നമ്മൾ കൊട നമ്മുടെ സ്വന്തത സഹചാരിയാണല്ലേ. നമ്മുടെ മിക്കുള്ള ആൾക്കാരുടെയും കൂടെ എപ്പോഴും ഒരു കൊട കാണും. അപ്പോൾ സന്തത സഹചാരി, എപ്പോഴും കൂടെ നടക്കുന്നയാൾ ആരാണ്? അല്ലെങ്കിൽ കൂട്ടുകാരാണെങ്കിൽ നമ്മൾ പറയും അവൻ എൻ്റെ സന്തത സഹചാരിയാണ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? എപ്പോഴും കൂടെ നടക്കുന്നയാൾ എന്നാണ് അർത്ഥം. അടുത്തത്, മധ്യസ്ഥം പറയുക. മധ്യസ്ഥം പറയുക. എന്താണ് മധ്യസ്ഥം പറയുക എന്നതിന്റെ മാധ്യസ്ഥം പറയുക എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ്? ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പഞ്ചായത്ത് പറയുകയാണ്. അതായത് പഞ്ചായത്ത് വിധി എന്ന് വെച്ചാൽ എന്താണ്? മധ്യസ്ഥന്മാരുടെ തീർപ്പാണ്. ഒരു തീർപ്പ് കൽപ്പിക്കുന്നത് പഞ്ചായത്തിലാണ് പണ്ട് പറയുന്നത്. അപ്പൊ മാധ്യസ്ഥം പറയുക എന്ന് വെച്ചാൽ എന്താണ്? പഞ്ചായത്ത് പറയുക എന്നർത്ഥം വരുന്ന ശൈലിയാണ്. പഞ്ചായത്ത് പറയുക എന്നതാണ് ശൈലി. ഓക്കെ, തെറ്റായ വാക്യം ഏതൊക്കെ നോക്കാം. ലക്ഷ്യപ്രാപ്തിയിൽ എത്തണമെങ്കിൽ കഠിന പരിശ്രമം ആവശ്യമാണ്. അത് എന്താണ്? തെറ്റാണോ ശരിയാണോ? ലക്ഷ്യപ്രാപ്തിയിൽ എത്തുക, എത്താൻ അല്ലെങ്കിൽ എന്താണ്? എത്താൻ കഠിന ശ്രമം ആവശ്യമാണ്.
സഹനത്തിന്റെ പ്രാധാന്യത്തെ പറ്റി ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പൊ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണെന്ന് വേണ്ട, ഞാൻ ആവർത്തിക്കുകയാണെന്ന് മതി. എല്ലാ സുഹൃത്തുക്കളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അത് ശരിയാണ്. ആചാനബാഹുവും ആരോഗ്യ ദൃഢഗാത്രനുമാണ് അയാൾ. അപ്പൊ അതും ശരിയാണ്. അപ്പൊ തന്നിട്ടുള്ളതിൽ തെറ്റായിട്ടുള്ളത് ഏതൊക്കെ മാത്രമേ ഉള്ളൂ? ഒന്ന് ഏതാണ്? ഒന്ന് ലക്ഷ്യപ്രാപ്തിയിൽ എത്തുക. ഓക്കെ, അപ്പോ ഒന്നാണ്. ഒന്നാമത്തെ തെറ്റാണ്, രണ്ടാമത്തെ തെറ്റാണ്. സോ ഓപ്ഷൻ എ ആണ് തെറ്റ്. ശരി. വൈമുഖ്യം എന്ന പദത്തിന്റെ വിപരീതം ഏത്? വൈമുഖ്യത്തിന്റെ ഓപ്പോസിറ്റ് ആഭിമുഖ്യമാണ്. ആഭിമുഖ്യമാണ് വൈമുഖ്യത്തിന്റെ ഓപ്പോസിറ്റ്. സ്ത്രീലിംഗ പദം ഏത്? അൻ, അൾ, ഈ, ത്. ഇതിനകത്ത് ഏതൊക്കെയാണ് സ്ത്രീലിംഗ പദമല്ല പ്രത്യയം? ഏതൊക്കെയാണ്? അള്ളും ഈയും. വഞ്ചകി, അപ്പൊ ഈ വന്ന് അവൾ, അൾ, അൾ, ഈ രണ്ട് പ്രത്യയങ്ങളാണ് സ്ത്രീലിംഗ പ്രത്യയങ്ങൾ. അപ്പൊ 2 ഉം 3 ഉം ഏതൊക്കെയാണ്? 2 ഉം 3 ആണ് തന്നിട്ടുള്ളതില്. 2 ഉം 3 ഉം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇതാണെന്ന് വെച്ചോ. ഓപ്ഷൻ ഇല്ല, പക്ഷെ ചേർത്തു നമ്മൾ. അപ്പൊ 2 ഉം 3 ഉം. ഓക്കെ, അടുത്ത ചോദ്യം. ശരിയായ പദം ഏത്? തന്നിട്ടുള്ളതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഏതാണ് ശരിയായിട്ടുള്ളത്? യാദൃച്ഛികം അല്ല, യാദൃച്ഛികമാണ്. യാദൃച്ഛികമാണ്. അടുത്തത് പതിവ്രതയല്ല, പതിവ്രതയാണ്. പെട്ടെന്ന് ഇവിടെ ശരിയാണ് അല്ലേ? പെട്ടെന്ന് ശരിയാണ്. പാദസരം ആണ് ശരിയായിട്ടുള്ള പദം. പെട്ടെന്നും ശരിയാണ്. തന്നിട്ടുള്ള ഓപ്ഷനിൽ പെട്ടെന്നും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സിയും ഡിയും എന്താണ്? ശരിയായ പദങ്ങളാണ്. പെട്ടെന്ന്, അതുപോലെ പാദസരം. ഓക്കെ, അപ്പോൾ ഇത്ര 20 ക്വസ്റ്റ്യൻസിന് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. ഓക്കെ.